അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു. ഉച്ച മുതലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇത് ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ, നാരങ്ങ അച്ചാർ. അതേപോലെ തന്നെ ഉമ്മാനാണ് ഇതിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന മത്തൻ താളിച്ചത്, മാന്തൾ പൊരിച്ചത്. അയ്യോ, ഞാനൊരു സംഭവം കാണിച്ചാരേ. ചോറ് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരു തുണി കഴിച്ചിട്ട ചെക്കനും ഒരു ഡ്രസ്സ് ഇട്ട ചെക്കനും കൂടെ ഇവിടെ ഒരാൾ ചോറ് തിന്നാണ് കേട്ടോ. ചോറ് തിന്നുമ്പോൾ എന്തോ സാധനം കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവിടെ എന്താണ് അവിടെ ഞാൻ പറയട്ടെ കുഞ്ഞാ, അവിടെ ഇത് മറിക്കാൻ വേണ്ടിയിട്ട് ട്രാക്ടർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഇരുന്ന് കാണുകയാണ്. ആ തൊടിയിലുണ്ട് കേട്ടോ ആ പോണ്. അതെ അതെ അതെ, കണ്ടോ റയ്യാൻ കണ്ടു, ഐസിങ് കണ്ടു. അപ്പൊ അതിരുന്ന് കാണുകയാണ് രണ്ടും കൂടി. എടാ ചെക്കന്മാരെ എൻ്റെ പുറത്ത് തൂങ്ങല്ലേ, എടാ ഈ അയല് പൊട്ടിട്ടോ, ഞാൻ ഈ അയലുമ്പോ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. രണ്ടും കൂടി എൻ്റെ മേത്ത് തൂങ്ങുക. ഐസിന് എല്ലാം കൂടിയാണ് വീടുകളിട്ടാ. അവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ കൈപ്പങ്ങ തെയ്യാണ് കണ്ടിക്കണേന്ന്. ശരിക്കും അത് കൈപ്പങ്ങനെ തെയ്യാനാണ് കേട്ടോ. അവിടെ കൈപ്പങ്ങ എന്നോ ഒരു ദിവസം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ വേസ്റ്റ് ഇട്ടപ്പോൾ അതിലുണ്ടായി വന്നതാണ്. എന്നിട്ട് ഞാനിതാ മണ്ണൊക്കെ കൂട്ടി കൊടുത്തിട്ട് വലിയൊരു മരം ഇവിടെ കുഴിച്ചിട്ടിരിക്കണം കേട്ടാ. അപ്പോൾ ഇവരൊക്കെ വിചാരം ഇത് റംബൂട്ടാൻ്റെ മരമാണെന്നാ കുട്ടികളെ വിചാരം. ഔടറ്റുണ്ട് ആ ഒരു കൊള്ളിക്ക് അവിടുന്ന് കിട്ടിയതാണ് കേട്ടോ. ഈ ലൈനുമ്മക്ക് പോണത് വെട്ടാൻ വന്ന ആൾക്കാർ വെട്ടിയതാണ്, കരണ്ടീൻ്റെ പണിക്കാർ. അപ്പോൾ അത് ഇവിടെ കുഴിച്ചിട്ടിക്കാണ് ഞാൻ, വലിയൊരു കുയ്യാക്കി കണ്ടു. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഞാനത് പടരട്ടെ. മോൾക്ക് പടർന്ന് പോയപ്പോൾ ഞാൻ എങ്ങനെ കൈപ്പങ്ങ എടുക്കുക എന്നാണ് ഞാൻ ആലോചിച്ചത്. എനിക്ക് കൈപ്പങ്ങ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അച്ചാറൊക്കെ ഇട്ടാൽ തിന്നും. ഇവിടെ ഓക്കെ മൂത്തമ്മേ, എന്താണ് ഇവിടെ നെട്ട് വെച്ചിരിക്കണത്? ഇതെന്താണ്? എന്താണ്? റംബൂട്ടാൻ. ഇപ്പം എന്നെ വിചാരം ഇത് റംബൂട്ടാനാണെന്നാ. ഉണ്ടാവുമ്പോൾ തിന്നട്ടാ, അനെ കെട്ടിച്ചുമ്പോക്കിന് ഉണ്ടാവും. അപ്പം നമുക്ക് തിന്നട്ടാ. ശരി എന്നാ, പോയി മാമുന്നോ. അപ്പോൾ ഗായ്സ്, ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു. നമ്മളിന്നൊരു സംഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ലേ, മട്ടയപ്പാണ് ഉണ്ടാക്കാൻ പോണേ. അതിന് ഇതാ പച്ചേരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പച്ചേരി എത്രയും നോക്കി നിങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാല് നാഴി പച്ചേരിയും പിന്നെ അത് അതേപോലെ തന്നെ കുറച്ച് അവലാണ് എടുത്തിട്ടുള്ളത്. പകരം ചോറെടുക്കുക. അവല് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണത്. പിന്നെ 2 ശർക്കര എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു ഗ്ലാസ്സിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതൊന്ന് ഉരുക്കി എടുക്കട്ടെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ടല്ലോ, എത്ര നേരം വെച്ചിട്ടാണോ തപ്പിപ്പിടിച്ചത് ഈസ്റ്റ്. ഇത് കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ലേ പെരിയിൽ എവിടെ നോക്കിയിട്ടും. അങ്ങനെ സംഭവം ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം. അപ്പം ഞാനിനി തേങ്ങ ചിരകി എടുക്കട്ടെ. അപ്പം ഇതാ ഒരു കുഞ്ഞൻ തേങ്ങ ചിരകിയത് കേട്ടോ, അതും ചിരകി എടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇതവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ചെറിയ ജീരകം, ഏലക്കായ വേണം കേട്ടോ. പിന്നെ ശർക്കരപ്പാനി, പച്ചരി കുതിർത്തത്, തേങ്ങ, അവല്, പിന്നെ ഈസ്റ്റ്. 3 സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ പഞ്ചസാരയും കൂടെ വേണം. അത് ഞാൻ അതിലെടുക്കാൻ മറന്നാണ്. ആവശ്യത്തിന് വെള്ളം, പഞ്ചസാര, ഈസ്റ്റ്. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിതാ ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവലാണ്, കുതിർത്ത് വെച്ച അവല് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഏലക്കാണ് ഇട്ട് കൊടുക്കുന്നത്, 4 എണ്ണം. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ആണ് കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചെറിയ ജീരകല്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ ജീരകം. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പം ഞാനിതാ ഈസ്റ്റ് ഇട്ടാൽ പിന്നെ പഞ്ചസാര ഇടല് നിർബന്ധമാണല്ലോ. ഈ ഒരു പഞ്ചസാരൻ്റെ ഒരു കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. അത് നല്ല മഷി പോലെ അങ്ങോട്ട് അരച്ചെടുക്കണം. അപ്പോൾ മാവ് നന്നായിട്ട് ചണ്ടാക്കല്ലേ അരച്ചെടുത്തിട്ടുണ്ട്. ബൈജിനാട്ടെ ക്യാമറ പിടിക്കണത്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. കുറഞ്ഞത് ഒരു 1.5-2 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി അവിടെ നിന്ന് ഒന്ന് പൊന്തി വരുമോ എന്നൊക്കെ നോക്കാം നമുക്ക് കേട്ടോ.
പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വേറൊരു പാത്രം ഉണ്ടല്ലോ അത് ഞാൻ കൗത്തിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പാത്രം ആകുമ്പം നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ നിൽക്കണുണ്ടായിരുന്നില്ല. ഉണ്ടാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വൈര്യം തരാത്തൊരു കുഞ്ഞുക്കുണ്ട്. ഓനങ്ങനെ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് നിൽക്കണം. ഉമ്മ ഉണ്ടാക്ക് പറഞ്ഞിട്ട് ഓനക്ക് ചോറ് വേണ്ടത്ര, ഇത് മതി എത്ര. അപ്പോൾ ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എത്രയടി 6 മണി ആയില്ലേ? 6 മണി ആയിട്ടാണ്. 2 മണിക്കൂറാണ് നമ്മൾ വെച്ചത്. അപ്പം മാവ് ഇതാ ഇതേപോലെ ഉണ്ട്. എന്താ അവിടെ ഒരു മങ്ങിച്ചതിന്. ഇനി നമുക്കിതാ ഈ ഒരു പ്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നെയ്യ് തടവിയിട്ട് വേണം, അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തടവണം കേട്ടോ. ഇനി എണ്ണ എല്ലോടത്തും ആക്കി കൊടുക്കും കൈ കൊണ്ട്. എന്താ വെള്ളം തെളിച്ചു, ആവി വരുന്നുണ്ട്. ഇനി നമുക്കിതാ അപ്പം ഈ മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ പൂവിൻ്റെ മേത്തൊക്കെ ആയി. അല്ലെങ്കിൽ ആ പൂ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴോ ചെയ്യും. അപ്പം ഞാനിതാ 3 കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉണക്കമുന്തിരിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണത്. ചെക്കന്മാർ രണ്ടാളും വല്ല എന്തോ നിധിയുള്ള പോലെ നീ നോക്കിയിരിക്കുക. ആ കൈയൊട്ടി പ്രോത്സാഹിപ്പിച്ചു. ഇറക്കി വെക്കാണ് കേട്ടോ. തീ കുറച്ച് വെച്ചാൽ ഒറ്റക്കയ്യും ഫോണും നമ്മളെ സംഭവം എന്താ അത് ആവിന്റെ കയ്യമ്മക്ക് എടുക്കുന്നുണ്ട്. എടുത്തോണ്ടാ എടുത്തോണ്ട് അതിയാടാ ഇട്ടത്. അപ്പൊ ഗായ്സ് എങ്ങനെങ്കിലും ഇതൊന്ന് ഇറക്കി വെക്കട്ടെ. അതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ഇടേണ്ടിയിരുന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ ഇല്ലാത്തോണ്ട് നമ്മള് എന്തെങ്കിലും കൊണ്ട് ഞാൻ അതെങ്ങനെയെങ്കിലും ഇതിലേക്ക് ഇറക്കി വെക്കട്ടെ ഗായ്സ്. ഒന്നും എടുത്തിട്ട് ചെയ്യട്ടെ. എൻ്റെ കൈ കൊണ്ട് തന്നെ ആണ്ട് ഇറക്കി വെച്ച് നല്ല ഇവിടെ ആവി എടുത്തിട്ടാണ്ട് ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് തീ കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെക്കട്ടെ. നമുക്ക് സംഭവം മൂടി കൊടുക്കാം. നല്ലൊന്ന് അടച്ച് മൂടിയിട്ട്. എത്ര മണിക്കൂർ വെക്കണം? അതൊന്നുമില്ല. അത് എനിക്കത് തോന്നുമ്പോൾ ഞാൻ തുറക്കും. ഒരു പപ്പടക്കൊള്ളി എടുത്തോ കുത്തി വെക്കാണ്. വെന്തുക്കണ നോക്കാൻ പപ്പടക്കൊള്ളി എടുത്തേക്കാണ് കേട്ടോ. മാവ് വെന്തുക്കണമെന്നുള്ളു. കുറേ സമയമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒന്ന് എടുത്തു വെക്കാം. അമ്മ കൊണ്ടുണിയല്ലോ. ഇനി നമുക്ക് വെന്തുക്കണമെന്നുള്ളത് കുത്തി വെക്കണ്ടേ. അപ്പം നമുക്ക് നോക്കൽ എങ്ങനെയാണ്. ഇങ്ങനെ ഒരു പപ്പടക്കൊള്ളി എടുത്തിട്ട് ഇറക്കി വെക്കുക. അതി മൊട്ടി പിടിച്ചിട്ട് എന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നർത്ഥം. വെന്തുക്കണില്ലേ ഐസ് വെന്തുക്കണോ? തിന്നിട്ട് എന്താ തിമുണ്ടല്ലോ, തിമുണ്ടേ. അപ്പോൾ വെന്തിട്ട് ചെയ്യാന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ തൊടുമ്പോൾ താന്നു പോകണമൊന്നുമില്ല. അപ്പോൾ വെന്തിക്കണെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിത് എടുക്കാതാണ് ഇപ്പം ഞാൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഗൈസ് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ചെറിയും കളിയൊക്കെയാണ് ഇതിൽ നിന്ന് എടുക്കും. ഇതേ ഒറ്റ കൈമ ഫോൺ പിടിച്ചാ കുഞ്ഞ് ഫോൺ പിടിച്ച് മൂത്തമ്മ എടുക്കണത് കാണിച്ചു കൊടുക്കാനാണ്. ഫോൺ പിടിക്ക്. അങ്ങനെ പിടിച്ചോട്ടാ, ക്യാമറ പൊത്തരുത്. ഇങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ. കുട്ടിനെ മൂത്തമ്മാൻ്റെ പുറത്താണ്ട് എടുത്താൽ മതിട്ടാ. ഇതാ മൂത്തമ്മ ഒറ്റക്ക് എടുത്ത് കാണിച്ചു കൊടുക്കടാ മണുങ്കോ. നമ്മളെ സാധനം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ തടി പൂ നിൽക്കണ ഇങ്ങനെ. ഹൈ എന്താ സാധനം സോഫ്റ്റ് ഉണ്ടാവും. സോഫ്റ്റ് ഞളക്കല്ലി. കുഞ്ഞോ ആരാണ് ഇത് ഒറ്റക്ക് എടുത്തത്? ആര്? ഉമ്മി. ഉമ്മി പറയണത് ഇന്നാണ് കേട്ടാ. സുമീന്ന് പറയണ ഉമ്മി എന്നാ പറയാ. ഇങ്ങനത്തെ ഒരു പാത്രം കൂടി അതിനോട് വെച്ചെടുത്താൽ മതി. കായ് കിട്ടുമ്പോ എത്ര. ഞങ്ങളിതാ അടുത്തതും അതേപോലത്തെ 2 പാത്രം എടുത്തേക്കണം കേട്ടോ. 2 പാത്രത്തൊക്കെ കൂടി ഉണ്ടായിരുന്നു മാവ്. അതേപോലെ 2 പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫസ്റ്റത്തെ പാത്രം വെച്ചെടുക്കാം. ചക്കന്മാർ ഇനി സെയിം തന്നെ നേരത്തെ വേവിച്ചെടുത്ത പോലെ തന്നെ വേവിച്ചെടുക്കാം. ബാക്കി ഒരു പാത്രം ഉണ്ട് ഇവിടെ എടുക്കട്ടെ. ഇത് തണുക്കണതിനനുസരിച്ച് ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും കേട്ടോ. അങ്ങനെ വിട്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്.
അപ്പോൾ കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കത്തിയോണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ടേസ്റ്റും ഞാൻ തിന്നിട്ട് പറയട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ അമ്മ എപ്പോഴും പറയും ഞാൻ എന്ത് തിന്നാലും അപ്പം പറയും ടേസ്റ്റ് ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട് എന്ന് പറയാണെന്ന്. അപ്പം എന്ത് സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടാ. കണ്ടോ ഗായ്സ്, ഇതാണ് നമ്മളുടെ വട്ടയപ്പം. ബാക്ക് ഇങ്ങനെ ഇരിക്കൂട്ടാ. നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യട്ടാ. ബിസ്മില്ല. ആർക്കൊക്കെ വേണ്ടിയത്? പിന്നെ ആർക്കാ വേണ്ടിയത്? 2 മക്കൾമാർക്കും. നല്ല ആദ്യത് കാണിക്കട്ടെ മമ്മി. ഇപോലെ കാട്ടണേ കറിയില്ല. എന്താ നല്ല അടിപൊളി സാധനം. ഗായ്സ്, ഫസ്റ്റത്തെ ട്രിപ്പിൽ ഞങ്ങളിതാ ആ പ്ലേറ്റ് കാലിയായിട്ടാ. ലാസ്റ്റ് കഷ്ണമാണ് എൻ്റെ കയ്യിലിരിക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പൂതി തീരോളം തിന്നാനുള്ളതുണ്ട്. ഇനിയും 2 പ്ലേറ്റ് ഉണ്ട്. സംഭവം എന്തിങ്ങനെ കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് തിന്ന് തീരുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയാൽ കോത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.